ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ കുറച്ച് പ്രാർത്ഥിക്കും, ചിലർ വളരെ സമയം പ്രാർത്ഥിക്കും, ചിലർ എപ്പോഴും പ്രാർത്ഥിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും വ്യക്തതയുള്ള മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ മനോമുഖരത്ത് ഉയരുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? എൻ്റെ പാപമാണോ എൻ്റെ മറുപടിക്ക് വെളിപ്പെടുവാൻ തടസ്സം? എന്താണ് പ്രാർത്ഥന ഫലിക്കാത്തത്? ഇങ്ങനെ മനുഷ്യ മനസ്സുകളിൽ തലപൊക്കി നിൽക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുക, പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഫലിക്കും. ഒത്തിരി നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയമായിരിക്കും, ഒത്തിരി ഉപവസിച്ച വിഷയമായിരിക്കും. ഇതുവരെ അതിന് മറുപടി ആയില്ലെങ്കിൽ ഇന്ന് ദൈവം സംസാരിക്കുക, ഈ ദിവസങ്ങളിലെ നിന്റെ പ്രാർത്ഥന നിനക്ക് ഫലിക്കും. ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കൾ സ്തോത്രം. പ്രാർത്ഥനയുടെ ഒരു ശക്തി എന്താന്ന് പറയാം. മനുഷ്യ കരങ്ങൾക്ക് ചെന്ന് തൊടാൻ കഴിയാത്ത വിഷയത്തെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് തൊടുവാൻ കഴിയും. ഒരിക്കൽ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് എന്ന ദൈവമനുഷ്യൻ മനുഷ്യകരങ്ങളിൽ ബന്ധിക്കപ്പെട്ട് ഒരു കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. ഒരു വീടിനകത്ത് ഒരു കൂട്ടം ഇരുന്നു കൊണ്ട് ഈ വിഷയത്തിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം തൻ്റെ ദൂതനെ ഏതു വിഷയത്തിൽ പ്രാർത്ഥിച്ചു ആ വിഷയം കിടക്കുന്ന ഇടത്ത് ദൂതന്മാരെ ഇറക്കി. ദൂതൻ പത്രോസിനെ തൊട്ടു, ചങ്ങലകൾ അഴിഞ്ഞു. 1-ാം വാതിലും 2-ാം വാതിലും പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലും തുറന്ന് ആ ദൈവമനുഷ്യൻ പുറത്തേക്ക് വരിക. അദ്ദേഹത്തോട് ചോദിച്ച അദ്ദേഹം പറയും, ഞാൻ വിടുവിക്കപ്പെട്ടത് പ്രാർത്ഥന കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ മനുഷ്യർക്ക് തൊടാൻ കഴിയാത്ത ചില മേഖലകളെ പ്രാർത്ഥന കൊണ്ട് നീ തൊടണം. പ്രാർത്ഥന ഫലിക്കും. ഈ ദിവസങ്ങളിൽ നീ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം നടക്കത്തില്ലെന്ന് 1000 പേര് നിന്റെ ചുറ്റും നിന്ന് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം നീ വിടാതെ പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഫലിക്കും. പ്രാർത്ഥനയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നിശ്ചയമായും പ്രാർത്ഥന നിനക്ക് ഫലിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ കരകളൊന്ന് ചേർത്ത് പിടിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഇവർക്ക് ഫലിക്കട്ടെ. ഇവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതിബദ്ധതകൾ മാറിപ്പോകട്ടെ. ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ തന്നെ നിനക്ക് ഫലിക്കും. ഗോഡ് ബ്ലസ് യു.